അവനോടൊന്നും സംസാരിക്കാതിരിക്കുന്ന ഭാവന നല്ലത്. ഒടുവിൽ നമുക്ക് തന്നെ അതൊരു തലവേദനയായിട്ട് മാറും. ഇവിടെ ഇപ്പൊ അവനോടാരും സംസാരിക്കാൻ പോയിരുന്നാ മതി. അവൻ തനിയെ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. ഞാൻ അതല്ല സൂര്യ ആലോചിക്കുന്നത്. പരസ്പരം സ്നേഹിച്ചിരുന്നവരല്ലേ സുനിലും മാനസയും? അവര് തമ്മില് എല്ലാ രീതിയിലും ഉള്ള ബന്ധവുമുണ്ട്. പക്ഷേ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും മാനസ സുനിലിനോട് കാണിക്കുന്നില്ലല്ലോ. അതാണ് എന്റെ സംശയം ഭാവന. സ്നേഹിച്ചിരുന്നൊരു മനുഷ്യനോട് ഇങ്ങനെയൊക്കെ പെരുമാറണമെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് എന്തെങ്കിലും ലക്ഷ്യം കാണും. വരട്ടെ, നമുക്ക് നോക്കാം. മോളെ, നീ ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോവും? ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിച്ചതാ. ജനിച്ചു പോയില്ലേ അമ്മേ, പോകുന്നിടത്തോളം പോട്ടെ. ഇപ്പൊ ഞാൻ എല്ലാവർക്കും ഒരു കാഴ്ച വസ്തുവിനെ പോലെ ആയില്ലേ. ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണ്ട. ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. നിന്റെ ഭാവി നന്നാവണം, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്നൊക്കെ ഞാനും നിന്റെ അച്ഛനും ആഗ്രഹിച്ചിട്ടുള്ളൂ. അതും സൂര്യയോടൊപ്പം നീ ജീവിക്കുന്നത് ഞാൻ പല തവണ സ്വപ്നത്തിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇനി അതൊന്നും നടക്കില്ലല്ലോ. സ്വപ്നം കണ്ടത് ഞാനല്ലല്ലോ, അമ്മയല്ലേ. നീ അതിന് ചൂടാവുന്ന എന്തിനാ? ഞങ്ങൾ ആരെങ്കിലും വല്ലതും ചെയ്തോ? നീയും ജയ്യും കൂടെ തീരുമാനിച്ച പ്രകാരമാ ഞാനും നിന്റെ അച്ഛനും കൂടി നിന്നോടൊപ്പം ഈ നാട്ടിലേക്ക് വന്നത്. അവസാനം ഇങ്ങനെയൊക്കെ ആവോന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് നഷ്ടമൊന്നും ഇല്ലല്ലോ അമ്മേ, ലാഭമല്ലേ ഉള്ളൂ.